നിർജീവമായ അന്വേഷണ കമ്മീഷനുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ പാഴാക്കുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിലെ വ്യതിചലനങ്ങൾ അന്വേഷിക്കുന്ന VK മോഹനൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് ചെലവഴിച്ചത് 2,80,00,000 രൂപ. ശമ്പളം, വേതനം, ഓണറേറിയം, ഓഫീസ് ചെലവുകൾ തുടങ്ങിയവയ്ക്കായി ചെലവാക്കിയത് സർക്കാർ ഖജനാവിലെ കോടികളാണ്. 2021 മുതലുള്ള ഖജനാവ് കാലിയാക്കൽ കണക്കിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, നമ്മൾ പിണറായി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ധൂർത്തുകളുടെയും തുക വകമാറ്റുന്നതും കൊള്ളയടിക്കലുമൊക്കെ എത്രത്തോളം ചർച്ച ചെയ്തിട്ടുള്ള വാർത്തയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് നിർജീവമായ അന്വേഷണ കമ്മീഷനുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന്, അതായത് പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നും കോടികൾ പാഴാക്കുന്നതായാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2,80,00,000 രൂപയുടെ തുക വകമാറ്റിയതായാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, ശാലിനി? അവനെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിർജീവമായ ഒരു കമ്മീഷന് വേണ്ടി സർക്കാരിന്റെ നികുതി പണം ഖജനാവിൽ നിന്ന് പോകുന്നത് കോടികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ സഹിതം പുറത്തേക്ക് വരുന്നത്. വിവരാവകാശ പ്രകാരമാണ് ഈ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇത്തരത്തിൽ കോടികൾ ഖജനാവിൽ നിന്ന് പോയിട്ടുണ്ട് എന്നിപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. നാഴിക്ക് 40 വട്ടം സർക്കാർ പറയുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, നെൽ സംഭരണത്തിന്, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾക്കൊക്കെ നൽകാൻ പണമില്ല എന്നൊരു ഭാഗത്ത് പറയുമ്പോഴാണ് ഇത്തരത്തിൽ നിർജീവ അല്ലെങ്കിൽ കാര്യമായ പുരോഗതികൾ ഒന്നും ഉണ്ടാക്കാത്തൊരു കമ്മീഷനായി പണം വിനിയോഗിക്കുന്നത്, അധികമായി കോടികൾ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം VK മോഹനൻ കമ്മീഷൻ, അതായത് സംസ്ഥാനത്ത് നടക്കുന്ന കേന്ദ്ര അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളുടെ വ്യതിചലനങ്ങളെ പറ്റി നടത്താനായി ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയായിരുന്നു സർക്കാർ. 2020 ഒക്ടോബറിലാണ് ഈ ഒരു കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതിനുശേഷം ഏകദേശം 2020 മുതൽ 26 വരെ വരുന്ന സാമ്പത്തിക വർഷത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് ഏകദേശം 279 ലക്ഷം, അതായത് ഏകദേശം 2,80,18,000 രൂപ ഇതിനായി വകമാറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത്. അതിന്റെ വിവരാവകാശ രേഖകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നതിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ശമ്പളം, വേതനം, ഓണറേറിയം, കൂടാതെ ഓഫീസ് ചെലവുകൾ, കെട്ടിട വാടക, IT ചെലവുകൾ, മറ്റ് ചെലവുകൾ എന്നിവയ്ക്കാണ് ഈ തുക വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അതിൽ 2021-22 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ശമ്പളം, വേതനം, ഓണറേറിയം നൽകാനായി വകമാറ്റിയത് 33.95 ലക്ഷം രൂപയാണ്. അവിടെ ഓഫീസ് ചെലവുകൾക്കായി 28,000 രൂപയും 1,68,000 രൂപ കെട്ടിട വാടക ഇനത്തിലും വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റ് ചെലവുകൾക്കായി 2,44,000 രൂപയാണ് ആ കമ്മീഷൻ രൂപീകൃതമായ ആദ്യ വർഷങ്ങളിൽ വിനിയോഗിച്ചത്. ഈ 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ ആ കണക്ക് കുത്തനെ കൂടിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തേക്ക് വരികയുമാണ്. ശമ്പളം, വേതനം, ഓണറേറിയം ഇനത്തിൽ 2024-25 സാമ്പത്തിക വർഷം മാത്രം ചെലവഴിച്ചത് ഏകദേശം 99.91 ലക്ഷം രൂപയാണ്. അതായത് 1 കോടിയോളം രൂപ വരുന്നു ശമ്പളത്തിന് മാത്രമായി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ. കൂടാതെ തന്നെ ഓഫീസ് ചെലവുകൾക്കായി 66,000 രൂപയും കെട്ടിട വാടക ഇനത്തിൽ 3,61,000 രൂപയും ആ സാമ്പത്തിക വർഷം വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റ് ചെലവുകൾക്കായി 28,000 രൂപ ഉൾപ്പെടെ 2024-25 മാത്രം 1,04,000 രൂപയ്ക്ക് പുറത്ത് ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2025-26 സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന ആ ഒരു കണക്ക് ഈ RTA ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും 2,80,00,000-ലധികം രൂപ ഈ ഒരു കമ്മീഷന്റെ പേരിൽ വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകൾ സഹിതം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. VK മോഹനൻ കമ്മീഷൻ മറ്റ് നിരവധി കമ്മീഷനുകളുടെ കൂടി ചുമതല വഹിക്കുന്നുണ്ട്. ആ കമ്മീഷന്റെ സാഹചര്യവും സമാന രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോവുകയാണ്. ഒപ്പം തന്നെ ഈ നെൽ സംഭരണത്തിനും കൂടാതെ തന്നെ വിവിധ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല. PSCയുടെ പല നിയമനങ്ങൾ പാതി വഴിയിൽ മുട്ടി നിൽക്കുകയാണ്. PSC നിയമനങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിയമനം നടത്തിയാൽ ശമ്പളം നൽകാൻ ഖജനാവിൽ കാശില്ല എന്ന് പറയുന്ന സർക്കാരാണ് ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷന്റെ പേരിൽ, അതും കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകളോ കമ്മീഷൻ വെക്കാത്തൊരു സാഹചര്യത്തിൽ ആ കമ്മീഷന്റെ പേരിൽ ഇത്രയധികം വർഷമായി കോടികൾ ഖജനാവിൽ നിന്ന് വകമാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കോടികൾ ഖജനാവിൽ നിന്ന് വകമാറ്റുന്നതായിട്ടുള്ള രേഖകളും കണക്കുകളും RTA ആക്ട് പ്രകാരം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു ഭാഗത്ത് ബോഡി പിടിക്കാൻ സർക്കാർ ആഡംബരം നടത്തി കോടികൾ വകമാറ്റുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ നിർജീവമായ കമ്മീഷനുകൾക്കായി ഖജനാവിൽ നിന്നും സാധാരണക്കാരുടെ നികുതി പണം വകമാറ്റി ഖജനാവ് കാലിയാക്കുന്നത്. അവൻ